ഹായ് ഫ്രണ്ട്സ്, PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LDCയുടെ മെയിൻ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ചാനലായ PSC വേഡിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആണ്. നമുക്ക് ഒരുമിച്ച് പഠിക്കാം. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് A.O. ഹ്യൂം. A.O. ഹ്യൂം ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറിയാണ് A.O. ഹ്യൂം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റാണ് W.C. ബാനർജി. W.C. ബാനർജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട അറിയപ്പെടുന്ന പ്രമുഖ സിദ്ധാന്തം ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട അറിയപ്പെടുന്ന പ്രമുഖ സിദ്ധാന്തമാണ് സുരക്ഷാ വാൽവ് സിദ്ധാന്തം. ഏത് സിദ്ധാന്തമാണ്? സുരക്ഷാ വാൽവ് സിദ്ധാന്തമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട അറിയപ്പെടുന്ന പ്രമുഖ സിദ്ധാന്തം. ഓക്കെ, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് A.O. ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറിയും A.O. ഹ്യൂം തന്നെയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് W.C. ബാനർജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അറിയപ്പെടുന്ന പ്രമുഖ സിദ്ധാന്തം ഏതാണ്? സുരക്ഷാ വാൽവ് സിദ്ധാന്തം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. ഇന്ത്യൻ കോൺഗ്രസ് ആദ്യകാലങ്ങളിൽ അറിയപ്പെടുന്ന പേര് എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് ഇന്ത്യൻ നാഷണൽ യൂണിയൻ. ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം ഏതാണ്? ഏതു വർഷത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത്? 1885 ഡിസംബർ 28. 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായത് എവിടെയാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായത് ബോംബെയിലാണ്. ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായി തീരുമാനിച്ചത് എവിടെയാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായി തീരുമാനിച്ചിരുന്നത് പൂനെയാണ്. ആദ്യ സമ്മേളനത്തിന് വേദി ബോംബെയാണ്. ഓക്കെ, ഒന്നും കൂടി നമുക്ക് നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന പേര് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നാണ്. 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത്. ആദ്യ സമ്മേളനത്തിൻ്റെ വേദി ഗോകുൽദാസ് തേജ്പാൽ കോളേജ്, ബോംബെ. തീരുമാനിച്ചിരുന്നത് പൂനെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം പൂനെയിൽ നിന്ന് ബോംബെയിലേക്ക് മാറ്റാൻ കാരണമായ പകർച്ചവ്യാധി ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം പൂനെയിൽ നിന്ന് ബോംബെയിലേക്ക് മാറ്റാൻ കാരണമായ പകർച്ചവ്യാധിയാണ് പ്ലേഗ്. ഏതു പകർച്ചവ്യാധിയെ തുടർന്നിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വേദി പൂനെയിൽ നിന്നും ബോംബെയിലേക്ക് മാറ്റിയിട്ടുള്ളത്? പ്ലേഗിനെ തുടർന്നിട്ടാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം 72. ഓക്കെ, 72 പ്രതിനിധികളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജിയാണ്. ഓക്കെ, ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആ പേര് നിർദ്ദേശിച്ചിട്ടുള്ളത്? ദാദാഭായ് നവറോജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയ് ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയ് ഡഫ്രീൻ പ്രഭുവാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം ഏതാണ്? 1885 ഡിസംബർ 28. ഓക്കെ, 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയ് ആരായിരുന്നു? ഡഫ്രീൻ പ്രഭുവാണ്. ഓക്കെ, നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം പൂനെയിൽ നിന്ന് ബോംബെയിലേക്ക് മാറ്റാൻ കാരണമായ പകർച്ചവ്യാധി ഏതാണ്? പ്ലേഗ് ആണ്. 72 പ്രതിനിധികളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ആരായിരുന്നു? ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയ് ഡഫ്രീൻ പ്രഭുവാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയിലെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയിലെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ് ലോർഡ് റാൻഡോൾഫ് ചർച്ചിൽ. ലോർഡ് റാൻഡോൾഫ് ചർച്ചിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയിലെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, INCയുടെ ആദ്യ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? INCയുടെ ആദ്യ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാണ് WC ബാനർജി. INCയുടെ ആദ്യ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? WC ബാനർജി. 2 തവണ പ്രസിഡന്റായ ആദ്യ വ്യക്തി WC ബാനർജി തന്നെയാണ്. 2 തവണ പ്രസിഡന്റായ ആദ്യ വ്യക്തി ആരാണ്? WC ബാനർജി. ആദ്യത്തെ വേദി പഠിച്ചു, ബോംബെയിലാണ്, 1885 ഡിസംബർ 28. ഓക്കെ, ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് G സുബ്രഹ്മണ്യ അയ്യർ ആയിരുന്നു. അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയിലെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ലോർഡ് റാൻഡോൾഫ് ചർച്ചിലാണ്. INC രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ഡഫ്രീൻ പ്രഭു. ഓക്കെ, INCയുടെ ആദ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ WC ബാനർജിയാണ്. 2 തവണ പ്രസിഡന്റായ ആദ്യ വ്യക്തി WC ബാനർജിയാണ്. ആദ്യത്തെ വേദി ബോംബെ ആണ്. ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് G സുബ്രഹ്മണ്യ അയ്യറാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകാം. INCയുടെ പ്രസിഡന്റായ ആദ്യ പാഴ്സി വംശൻ ആരായിരുന്നു? INCയുടെ പ്രസിഡന്റായ ആദ്യ പാഴ്സി വംശനാണ് ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയെക്കുറിച്ച് നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചിരുന്നു. എന്തായിരുന്നു ആ ക്വസ്റ്റ്യൻ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചിരുന്നത് ആരായിരുന്നു? ദാദാഭായ് നവറോജിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകാം. ഏറ്റവും കൂടിയ പ്രായത്തിൽ പ്രസിഡന്റായ വ്യക്തിയും ആര് തന്നെയാണ്? ദാദാഭായ് നവറോജി. ഏറ്റവും കൂടിയ പ്രായത്തിൽ പ്രസിഡന്റായ ആദ്യ വ്യക്തിയാണ് ദാദാഭായ് നവറോജി. 3 തവണ പ്രസിഡന്റായ ആദ്യ വ്യക്തി എന്ന് ചോദിച്ചാൽ ആരാണ്? ദാദാഭായ് നവറോജി. 3 തവണ പ്രസിഡന്റായ ആദ്യ വ്യക്തിയാണ് ദാദാഭായ് നവറോജി. 1886 INCയുടെ സമ്മേളനത്തിന്റെ വേദി എവിടെയായിരുന്നു? 1886 INC സമ്മേളനത്തിന്റെ വേദി കൊൽക്കത്ത. അധ്യക്ഷനാരായിരുന്നു? ദാദാഭായ് നവറോജി ആയിരുന്നു. 1886 INC സമ്മേളനത്തിന്റെ വേദി കൊൽക്കത്ത. അധ്യക്ഷനാരായിരുന്നു? ദാദാഭായ് നവറോജി. അപ്പോൾ നമുക്കൊന്നും കൂടി നോക്കാം എന്തൊക്കെ പഠിച്ചു. INC പ്രസിഡന്റായ ആദ്യ പാഴ്സി വംശനാണ് ദാദാഭായ് നവറോജി. ഏറ്റവും കൂടിയ പ്രായത്തിൽ പ്രസിഡന്റായ വ്യക്തിയാണ് ദാദാഭായ് നവറോജി. 3 തവണ പ്രസിഡന്റായ ആദ്യ വ്യക്തി ദാദാഭായ് നവറോജിയാണ്. 1886 INC സമ്മേളനത്തിന്റെ വേദി കൊൽക്കത്തയാണ്. അധ്യക്ഷനാരായിരുന്നു? ദാദാഭായ് നവറോജി. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. 1887 മദ്രാസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ബദ്രുദ്ദീൻ തിയാബ്ജി. ബദ്രുദ്ദീൻ തിയാബ്ജിയാണ് 1887 മദ്രാസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ദക്ഷിണേന്ത്യയിൽ വെച്ച് നടന്ന ആദ്യ സമ്മേളനം ഏതാണ്? ദക്ഷിണേന്ത്യയിൽ വെച്ച് നടന്ന ആദ്യ സമ്മേളനമാണ് 1887 മദ്രാസ് സമ്മേളനം. ദക്ഷിണേന്ത്യയിൽ വെച്ച് നടന്ന ആദ്യ സമ്മേളനം 1887 മദ്രാസ് സമ്മേളനമാണ്. അധ്യക്ഷനാരായിരുന്നു? ബദ്രുദ്ദീൻ തിയാബ്ജിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, INC പ്രസിഡന്റ് ആദ്യ മുസ്ലിം എന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? ബദ്രുദ്ദീൻ തിയാബ്ജിയാണ്. INCയുടെ പ്രസിഡന്റായ ആദ്യ മുസ്ലിം എന്ന് ചോദിച്ചാൽ ബദ്രുദ്ദീൻ തിയാബ്ജിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, INC പ്രസിഡന്റായ ആദ്യ വിദേശി എന്ന് ചോദിച്ചാൽ ആരാണ്? ജോർജ് യൂൾ. ജോർജ് യൂളാണ് INC പ്രസിഡന്റായ ആദ്യ വിദേശി. വർഷം 1888 വേദി അലഹാബാദാണ്. ഓക്കെ, INC പ്രസിഡന്റ് ആദ്യ വിദേശി ജോർജ് യൂളാണ്. 1888 വർഷം. വേദി എവിടെയായിരുന്നു? അലഹാബാദ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, INC പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശി വില്യം വെഡർബേൺ ആണ്. INC പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശി വില്യം വെഡർബേൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 തവണ പ്രസിഡന്റായ ആദ്യ വിദേശി എന്ന് ചോദിച്ചാൽ ആരാണ്? വില്യം വെഡർബേൺ ആണ്. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ? INC പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശി വില്യം വെഡർബേൺ. 2 തവണ പ്രസിഡന്റായ ആദ്യ വിദേശി എന്ന് ചോദിച്ചാൽ വില്യം വെഡർബേൺ ആണ്. ഓക്കെ, കൂടി നോക്കാം. 1887 മദ്രാസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ബദ്രുദ്ദീൻ തിയാബ്ജിയാണ്. ദക്ഷിണേന്ത്യയിൽ വെച്ച് നടന്ന ആദ്യ സമ്മേളനം എന്ന് ചോദിച്ചാൽ 1887 മദ്രാസ് സമ്മേളനമാണ്. ഓക്കെ, INC പ്രസിഡന്റായ ആദ്യ മുസ്ലിം ബദ്രുദ്ദീൻ തിയാബ്ജി. INC പ്രസിഡന്റായ ആദ്യ വിദേശി ജോർജ് യൂളാണ്. 1888 വർഷം അലഹാബാദ് സമ്മേളനം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, INC പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശി ആരാണ്? വില്യം വെഡർബേൺ ആണ്. 2 തവണ പ്രസിഡന്റായ ആദ്യ വിദേശി എന്ന് ചോദിച്ചാൽ വില്യം വെഡർബേൺ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. INCയുടെ രണ്ടാമത്തെ പാഴ്സി പ്രസിഡന്റ് ആരാണ്? ഫിറോസ് ഷാ മേത്ത. INCയുടെ രണ്ടാമത്തെ പാഴ്സി പ്രസിഡന്റ് ആണ് ഫിറോസ് ഷാ മേത്ത. INCയുടെ ആദ്യത്തെ പാഴ്സി പ്രസിഡന്റ് ആരാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഫിറോസ് ഷാ മേത്ത അധ്യക്ഷനായ INC സമ്മേളനത്തിന്റെ വേദി 1890 കൊൽക്കത്ത സമ്മേളനം. 1890 കൊൽക്കത്ത സമ്മേളനമാണ് ഫിറോസ് ഷാ മേത്ത അധ്യക്ഷനായ INC സമ്മേളനത്തിന്റെ വേദി വർഷവും. ഓക്കെ, INC പ്രസിഡന്റായ ആദ്യ ദക്ഷിണേന്ത്യൻ ആരാണ്? പി അനന്തചാർലു ആണ്. INC പ്രസിഡന്റായ ആദ്യ ദക്ഷിണേന്ത്യനാണ് പി അനന്തചാർലു. 1891 നാഗ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷനാണ് ആര്? പി അനന്തചാർലു. 1891 നാഗ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ പി അനന്തചാർലു ആണ്.
അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? INCയുടെ രണ്ടാമത്തെ പാഴ്സി പ്രസിഡന്റ് ഫിറോസ് ഷാ മേത്ത, ഒന്നാമത്തെ പാഴ്സി പ്രസിഡന്റ് നിങ്ങൾക്കറിയാം. ഫിറോസ് ഷാ മേത്ത അധ്യക്ഷനായ INC സമ്മേളനത്തിന്റെ വേദി 1890 കൊൽക്കത്ത സമ്മേളനം. INC പ്രസിഡന്റായ ആദ്യ ദക്ഷിണേന്ത്യൻ ആരാണ്? പി അനന്തചാർലു. 1891 നാഗ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? പി അനന്തചാർലു. INC പ്രസിഡന്റായ മൂന്നാമത്തെ വിദേശി ആരാണ്? ആൽഫ്രഡ് വെബ്. ആൽഫ്രഡ് വെബാണ് INC പ്രസിഡന്റായ മൂന്നാമത്തെ വിദേശി. അടുത്ത ക്വസ്റ്റ്യൻ, ആൽഫ്രഡ് വെബ് അധ്യക്ഷനായ INC സമ്മേളനം ഏതാണ്? ആൽഫ്രഡ് വെബ് അധ്യക്ഷനായ INC സമ്മേളനമാണ് 1894 മദ്രാസ് സമ്മേളനം. 1894 മദ്രാസ് സമ്മേളനമാണ് ആൽഫ്രഡ് വെബ് അധ്യക്ഷനായ INC സമ്മേളനം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1896 കൊൽക്കത്ത സമ്മേളനം. 1896 കൊൽക്കത്ത സമ്മേളനമാണ് വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം. അതിൻ്റെ അധ്യക്ഷൻ ആരാണ്? റഹ്മത്തുള്ള സയാനി. 1896 കൊൽക്കത്ത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരാണ്? റഹ്മത്തുള്ള സയാനി. ഓക്കെ, എന്തായിരുന്നു ക്വസ്റ്റ്യൻ? വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം 1896 കൊൽക്കത്ത സമ്മേളനം. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച സമയത്ത് കോൺഗ്രസിലെ അധ്യക്ഷനാരായിരുന്നു? റഹ്മത്തുള്ള സയാനി. അടുത്ത ക്വസ്റ്റ്യൻ, INC പ്രസിഡന്റായ ആദ്യ മലയാളി ആരാണ്? INC പ്രസിഡന്റായ ആദ്യ മലയാളിയാണ് C ശങ്കരൻ നായർ. ആരാണ്? INC പ്രസിഡന്റായ ആദ്യ മലയാളി C ശങ്കരൻ നായർ. ഒന്നും കൂടി നോക്കാം. INC പ്രസിഡന്റായ മൂന്നാമത്തെ വിദേശിയാണ് ആൽഫ്രഡ് വെബ്. 1896 മദ്രാസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനാരായിരുന്നു? ആൽഫ്രഡ് വെബാണ്. വന്ദേ മാതരം ആദ്യമേ ആലപിച്ച കോൺഗ്രസ് സമ്മേളനം 1896 കൊൽക്കത്ത സമ്മേളനം. അധ്യക്ഷനാരായിരുന്നു? റഹ്മത്തുള്ള സയാനി. INC പ്രസിഡന്റായ ആദ്യ മലയാളി ആരാണ്? C ശങ്കരൻ നായർ. ഓക്കെ, അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. C ശങ്കരൻ നായർ അധ്യക്ഷനായ INC സമ്മേളനം ഏതാണ്? C ശങ്കരൻ നായർ അധ്യക്ഷനായ INC സമ്മേളനം 1897 അമരാവതി സമ്മേളനം. 1897 അമരാവതി സമ്മേളനമാണ് C ശങ്കരൻ നായർ അധ്യക്ഷനായ INC സമ്മേളനം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, INC ഭരണഘടന രൂപീകരിക്കണമെന്ന് അഭിപ്രായപ്പെട്ട ആദ്യ സമ്മേളനം ഏതാണ്? INC ഭരണഘടന രൂപീകരിക്കണമെന്ന് അഭിപ്രായപ്പെട്ട ആദ്യ സമ്മേളനമാണ് 1899 ലക്നൗ സമ്മേളനം. 1899 ലക്നൗ സമ്മേളനത്തിലൂടെയാണ് INC ഭരണഘടന രൂപീകരിക്കണമെന്ന് അഭിപ്രായപ്പെട്ട ആദ്യ സമ്മേളനം. അതിൻ്റെ അധ്യക്ഷനാരാണ്? RC ദത്ത്. INC ഭരണഘടന രൂപീകരിക്കണമെന്ന് അഭിപ്രായപ്പെട്ട ആദ്യ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരാണ്? RC ദത്ത്. 1899 ലക്നൗ സമ്മേളനം. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജി പങ്കെടുത്ത ആദ്യ INC സമ്മേളനം ഏതാണ്? 1901 കൊൽക്കത്ത സമ്മേളനം. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ INC സമ്മേളനം 1901 കൊൽക്കത്ത സമ്മേളനം. അതിൻ്റെ അധ്യക്ഷനാരാണ്? ദിൽഷ ഇ വാച്ച. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ INC സമ്മേളനം 1901 കൊൽക്കത്ത സമ്മേളനം. അതിൻ്റെ അധ്യക്ഷനാരാണ്? ദിൽഷ ഇ വാച്ച. അടുത്ത ക്വസ്റ്റ്യൻ, INC പ്രസിഡന്റായ നാലാമത്തെ വിദേശി ആരാണ്? INC പ്രസിഡന്റായ നാലാമത്തെ വിദേശിയാണ് ഹെൻറി കോട്ടൺ. 1904 ബോംബെ സമ്മേളനം. ഓക്കെ, ആദ്യത്തെ വിദേശി ആരായിരുന്നു? ജോർജ് യൂളാണ്. 1888 അലഹാബാദ് സമ്മേളനം. രണ്ടാമത്തെ വിദേശി വില്യം വെഡർബേൺ ആണ്. 1889 ബോംബെ സമ്മേളനം. മൂന്നാമത്തെ വിദേശി ആരായിരുന്നു? ആൽഫ്രഡ് വെബ് ആയിരുന്നു. 1894 മദ്രാസ് സമ്മേളനം. ഓക്കെ, എന്തൊക്കെ നമ്മൾ പഠിച്ചു? C ശങ്കരൻ നായർ അധ്യക്ഷനായ INC സമ്മേളനം ഏതാണ്? 1897 അമരാവതി സമ്മേളനമാണ്. INC ഭരണഘടന രൂപീകരണം എന്ന് അഭിപ്രായപ്പെട്ട ആദ്യ സമ്മേളനം ഏതാണ്? 1899 ലക്നൗ സമ്മേളനം. അധ്യക്ഷൻ RC ദത്ത്. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ INC സമ്മേളനം 1901 കൊൽക്കത്ത സമ്മേളനം. അതിൻ്റെ അധ്യക്ഷനാരാണ്? ദിൽഷ ഇ വാച്ച. INC പ്രസിഡന്റായ ആദ്യത്തെ വിദേശി ജോർജ് യൂളാണ്. 1888 അലഹാബാദ് സമ്മേളനം. രണ്ടാമത്തെ വിദേശി ആരാണ്? വില്യം വെഡർബേൺ ആണ്. 1889 ബോംബെ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. മൂന്നാമത്തെ വിദേശി ആൽഫ്രഡ് വെബ്. 1894 മദ്രാസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു. ഓക്കെ, അപ്പോൾ നാലാമത്തെ INC പ്രസിഡന്റായ വിദേശി ആരായിരുന്നു? ഹെൻറി കോട്ടൺ. 1904 ബോംബെ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു.
ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. സ്വദേശി എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയ സമ്മേളനം ഏതാണ്? സ്വദേശി എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയ സമ്മേളനമാണ് 1905 ബനാറസ് സമ്മേളനം. 1905 ബനാറസ് സമ്മേളനം സ്വദേശി എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയ സമ്മേളനമായിരുന്നു. 1905 ബനാറസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനാരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ. ആരാണ് 1905 ബനാറസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ? ഗോപാലകൃഷ്ണ ഗോഖലെ. ബംഗാൾ വിഭജന സമയത്ത് INC പ്രസിഡന്റ് ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ. 1905 ബംഗാൾ വിഭജനം നടന്നത്. ആ സമയത്ത് INC പ്രസിഡന്റ് എന്ന് പറയുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച സമ്മേളനം ഏതാണ്? സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച സമ്മേളനം 1906 കൊൽക്കത്ത സമ്മേളനം. 1906 കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷനാരായിരുന്നു? ദാദാഭായ് നവറോജി. 1906 കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷനാരായിരുന്നു? ദാദാഭായ് നവറോജി. ഒന്നും കൂടി നമുക്ക് നോക്കാം അല്ലേ, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് പഠിച്ചു. സ്വദേശി എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയ സമ്മേളനം 1905 ബനാറസ് സമ്മേളനമാണ്. 1905 ബനാറസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനാരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ. ബംഗാൾ വിഭജന സമയത്ത് INC പ്രസിഡന്റ് ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ. സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച സമ്മേളനം 1906 കൊൽക്കത്ത സമ്മേളനം. 1906 കൊൽക്കത്ത സമ്മേളനത്തിലൂടെയാണ് സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചിട്ടുള്ളത്. സ്വദേശി എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയ സമ്മേളനം ഏതാണ്? 1905 ബനാറസ് സമ്മേളനം. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 1906 കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷനാരായിരുന്നു? ദാദാഭായ് നവറോജി. അതായത് സ്വരാജ് എന്ന പദം ആദ്യമായി ഉയർത്തിയ INC സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു ദാദാഭായ് നവറോജി. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. സൂററ്റ് വിഭജനം മിതവാദികളും തീവ്രവാദികളും വേർപിരിഞ്ഞ INC സമ്മേളനം ഏതായിരുന്നു? 1907 സൂററ്റ് സമ്മേളനം. 1907 സൂററ്റ് സമ്മേളനത്തിന്റെ അധ്യക്ഷനാരായിരുന്നു? റാഷ് ബിഹാരി ഘോഷ്. സൂററ്റ് വിഭജനം മിതവാദികളും തീവ്രവാദികളും വേർപിരിഞ്ഞ INC സമ്മേളനമായിരുന്നു 1907 സൂററ്റ് സമ്മേളനം. അധ്യക്ഷൻ റാഷ് ബിഹാരി ഘോഷ്. ഭരണഘടന രൂപീകരിച്ച INC സമ്മേളനം ഏതാണ്? കോൺഗ്രസിന്റെ ഭരണഘടന രൂപീകരിച്ച INC സമ്മേളനമാണ് 1908 മദ്രാസ് സമ്മേളനം. 1908 മദ്രാസ് സമ്മേളനത്തിലൂടെയാണ് കോൺഗ്രസിന്റെ ഭരണഘടന രൂപീകരിച്ച INC സമ്മേളനം. അതിന്റെ അധ്യക്ഷനും ആര് തന്നെയാണ്? റാഷ് ബിഹാരി ഘോഷാണ്. കോൺഗ്രസിന്റെ ഭരണഘടന രൂപീകരിച്ചപ്പോൾ INCയുടെ അധ്യക്ഷനായിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മിന്റോ മോർലി ഭരണപരിഷ്കാരം നിലവിൽ വരുമ്പോൾ പ്രസിഡന്റ് ആരായിരുന്നു? മിന്റോ മോർലി ഭരണപരിഷ്കാരം നിലവിൽ വരുമ്പോൾ പ്രസിഡന്റ് ആയിരുന്നു മദൻ മോഹൻ മാളവ്യ. ഏത് സമ്മേളനത്തിലൂടെയാണ് മിന്റോ മോർലി ഭരണപരിഷ്കാരം നിലവിൽ വന്നിട്ടുള്ളത്? 1909 ലാഹോർ സമ്മേളനം. 1909 ലാഹോർ സമ്മേളനത്തിലൂടെയാണ് മിന്റോ മോർലി ഭരണപരിഷ്കാരം നിലവിൽ വന്നിട്ടുള്ളത്. അന്നത്തെ പ്രസിഡന്റ് ആരായിരുന്നു? മദൻ മോഹൻ മാളവ്യ. അടുത്ത ക്വസ്റ്റ്യൻ. ജനഗണമന ആദ്യമായി ആലപിച്ച സമ്മേളനമായിരുന്നു 1911 കൊൽക്കത്ത സമ്മേളനം. ജനഗണമന ആദ്യമായി ആലപിച്ച സമ്മേളനം ഏതായിരുന്നു? 1911 കൊൽക്കത്ത സമ്മേളനം. അതിന്റെ അധ്യക്ഷനാരാണ്? BN ധാറാണ്. 1911 കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ജനഗണമന ആദ്യമായി ആലപിച്ച സമ്മേളനം. ഓക്കെ, എങ്കിൽ വന്ദേ മാതരം ആദ്യമായി ആലപിച്ച സമ്മേളനം ഏതാണെന്ന് കമന്റ് ചെയ്യുക കേട്ടോ. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച സമ്മേളനം ഏതാണെന്ന് കമന്റ് ചെയ്യുക. അതിന്റെ അധ്യക്ഷനും ആരായിരുന്നു എന്ന് കമന്റ് ചെയ്യുക കേട്ടോ. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ജനഗണമന ആദ്യമായി ആലപിച്ച സമ്മേളനം ഏതായിരുന്നു? 1911 കൊൽക്കത്ത സമ്മേളനമാണ്. അതിന്റെ അധ്യക്ഷൻ BN ധാറാണ്. ഓക്കെ, നമുക്കൊന്നും കൂടി നോക്കാം. സൂററ്റ് വിഭജനം മിതവാദികളും തീവ്രവാദികളും വേർപിരിഞ്ഞ INC സമ്മേളനം ഏതായിരുന്നു? 1907 സൂററ്റ് സമ്മേളനം. അധ്യക്ഷൻ റാഷ് ബിഹാരി ഘോഷാണ്. കോൺഗ്രസിന്റെ ഭരണഘടന രൂപീകരിച്ച INC സമ്മേളനമാണ് 1908 മദ്രാസ് സമ്മേളനം. അതിന്റെ അധ്യക്ഷനും ആര് തന്നെയായിരുന്നു? റാഷ് ബിഹാരി ഘോഷാണ്. മിന്റോ മോർലി ഭരണപരിഷ്കാരം നിലവിൽ വരുമ്പോൾ പ്രസിഡന്റ് മദൻ മോഹൻ മാളവ്യ. 1909 ലാഹോർ സമ്മേളനം. ഓക്കെ, ജനഗണമന ആദ്യമായി ആലപിച്ച സമ്മേളനം ഏതാണ്? 1911 കൊൽക്കത്ത സമ്മേളനം. അധ്യക്ഷൻ BN ധാറാണ്. ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യ സമ്മേളനം ഏതാണ്? 1912 ബങ്കിപ്പൂർ സമ്മേളനം. ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യ സമ്മേളനം 1912 ബങ്കിപ്പൂർ സമ്മേളനമാണ്. അധ്യക്ഷൻ ആരായിരുന്നു? RN മതോൽക്കർ ആണ്. ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മിതവാദികളും തീവ്രവാദികളും യോജിച്ച INC സമ്മേളനം ഏതാണ്? മിതവാദികളും തീവ്രവാദികളും യോജിച്ച INC സമ്മേളനമാണ് 1916
ലക്നൗ സമ്മേളനം. 1916 ലക്നൗ സമ്മേളനത്തിലൂടെയാണ് മിതവാദികളും തീവ്രവാദികളും യോജിച്ച INC സമ്മേളനം. മിതവാദികളും തീവ്രവാദികളും വേർപിരിഞ്ഞ INC സമ്മേളനം ഏതായിരുന്നു? നമ്മൾ പഠിച്ചു. 1907 സൂററ്റ് സമ്മേളനം. അതിൻ്റെ അധ്യക്ഷൻ രാജ് ബിഹാരി ഘോഷ് എന്ന് പറഞ്ഞു. ഇതെന്തായിരുന്നു ക്വസ്റ്റ്യൻ? മിതവാദികളും തീവ്രവാദികളും യോജിച്ച സമ്മേളനമാണ് 1916 ലക്നൗ സമ്മേളനം. ഓക്കെ, ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടിയ INC സമ്മേളനം ഏതായിരുന്നു? ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടിയ INC സമ്മേളനമാണ് 1916 ലക്നൗ സമ്മേളനം. അധ്യക്ഷൻ ആരായിരുന്നു? AC മജുംദർ. AC മജുംദർ ആണ് 1916 ലക്നൗ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടിയ INC സമ്മേളനം, മിതവാദികളും തീവ്രവാദികളും യോജിച്ച INC സമ്മേളനം 1916 ലക്നൗ സമ്മേളനം. അധ്യക്ഷൻ AC മജുംദർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. INC പ്രസിഡന്റായ ആദ്യ വനിത അല്ലെങ്കിൽ ആദ്യ വിദേശി വനിത ആരായിരുന്നു? ആരാണ്? ആനി ബസന്റ്. INC പ്രസിഡന്റായ ആദ്യ വനിത ആരാണ്? ആനി ബസന്റ് ആണ്. ആദ്യ വിദേശി എന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? ആനി ബസന്റ്. INC പ്രസിഡന്റായ ആദ്യ വിദേശി വനിത എന്ന് ചോദിച്ചാൽ ആനി ബസന്റ് ആണ്. INC പ്രസിഡന്റായ ആദ്യ വിദേശി എന്ന് ചോദിച്ചാൽ ആരാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, നോട്ട് ചെയ്ത് വെക്കുക. INC പ്രസിഡന്റായ ആദ്യ വനിത അല്ലെങ്കിൽ ആദ്യ വിദേശി എന്ന് ചോദിച്ചാൽ ആനി ബസന്റ് ആണ്. ആനി ബസന്റ് പങ്കെടുത്ത INC സമ്മേളനം ഏതാണ്? ആനി ബസന്റ് പങ്കെടുത്ത INC സമ്മേളനമാണ് 1917 കൊൽക്കത്ത സമ്മേളനം. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, 1917 കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? ആനി ബസന്റ് ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം. ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യ സമ്മേളനം 1912 ബങ്കിപ്പൂർ സമ്മേളനം. അധ്യക്ഷൻ RN മതോൽക്കർ ആണ്. മിതവാദികളും തീവ്രവാദികളും യോജിച്ച INC സമ്മേളനം ഏതായിരുന്നു? 1916 ലക്നൗ സമ്മേളനം. ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടിയ INC സമ്മേളനമാണ് 1916 ലക്നൗ സമ്മേളനം. അധ്യക്ഷൻ AC മജുംദർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ എന്താ നോക്കിയത്? INC പ്രസിഡന്റായ ആദ്യ വനിത അല്ലെങ്കിൽ ആദ്യ വിദേശി വനിത എന്ന് ചോദിച്ചാൽ ആനി ബസന്റ് ആണ്. ആനി ബസന്റ് പങ്കെടുത്ത INC സമ്മേളനം 1917 കൊൽക്കത്ത സമ്മേളനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജാലിയൻ വാലാബാഗിനെതിരെയുള്ള പ്രമേയം അവതരിപ്പിക്കപ്പെട്ട സമ്മേളനം ഏതാണ്? ജാലിയൻ വാലാബാഗിനെതിരെയുള്ള പ്രമേയം അവതരിപ്പിക്കപ്പെട്ട സമ്മേളനമാണ് 1919 അമൃത്സർ സമ്മേളനം. 1919 അമൃത്സർ സമ്മേളനമാണ് ജാലിയൻ വാലാബാഗിനെതിരെയുള്ള പ്രമേയം അവതരിപ്പിക്കപ്പെട്ട സമ്മേളനം. അതിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? മോത്തിലാൽ നെഹ്റു. മോത്തിലാൽ നെഹ്റു ആയിരുന്നു 1919 അമൃത്സർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. എന്താണ് ക്വസ്റ്റ്യൻ? ജാലിയൻ വാലാബാഗിനെതിരെയുള്ള പ്രമേയം അവതരിപ്പിക്കപ്പെട്ട സമ്മേളനമാണ് 1919 അമൃത്സർ സമ്മേളനം. അതിൻ്റെ അധ്യക്ഷൻ മോത്തിലാൽ നെഹ്റു ആണ്. ഓക്കെ, ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ച സമ്മേളനം ഏതാണ്? ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ച സമ്മേളനമാണ് 1920 കൊൽക്കത്ത സമ്മേളനം. 1920 കൊൽക്കത്ത സമ്മേളനത്തിലൂടെയാണ് ഗാന്ധിജി നിസ്സഹരണ പ്രമേയം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അധ്യക്ഷൻ ആരായിരുന്നു? ലാലാ ലജ്പത് റായ്. ലാലാ ലജ്പത് റായ് ആയിരുന്നു 1920 കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, നിസ്സഹരണ പ്രസ്ഥാന പ്രമേയം പാസാക്കിയ സമ്മേളനം ഏതാണ്? നിസ്സഹരണ പ്രസ്ഥാന പ്രമേയം പാസാക്കിയ സമ്മേളനം 1920 നാഗ്പൂർ സമ്മേളനമാണ്. നിസ്സഹരണ പ്രസ്ഥാന പ്രമേയം പാസാക്കിയ സമ്മേളനം 1920 നാഗ്പൂർ സമ്മേളനമാണ്. അധ്യക്ഷൻ വിജയരാഘവാചാര്യ. വിജയരാഘവാചാര്യയാണ് 1920 നാഗ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? ജാലിയൻ വാലാബാഗിനെതിരെയുള്ള പ്രമേയം അവതരിപ്പിക്കപ്പെട്ട സമ്മേളനം 1919 അമൃത്സർ സമ്മേളനം. വേറെ രീതിയിലും ചോദിക്കാം. എങ്ങനെ ചോദിക്കാം? ജാലിയൻ വാലാബാഗിനെതിരെയുള്ള പ്രമേയം അവതരിപ്പിക്കപ്പെട്ട സമ്മേളനത്തിന്റെ അധ്യക്ഷനാരായിരുന്നു? മോത്തിലാൽ നെഹ്റു. ഓക്കെ, ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ച സമ്മേളനം 1920 കൊൽക്കത്ത സമ്മേളനം. അതിന്റെ അധ്യക്ഷനാരായിരുന്നു ലാലാ ലജ്പത് റായ്. നിസ്സഹരണ പ്രസ്ഥാന പ്രമേയം പാസാക്കിയ സമ്മേളനം 1920 നാഗ്പൂർ സമ്മേളനമാണ്. അധ്യക്ഷൻ വിജയരാഘവാചാര്യ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. CR ദാസിന്റെ അറസ്റ്റിനെ തുടർന്ന് ഹക്കീം അജ്മൽ ഖാൻ അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? CR ദാസിന്റെ അറസ്റ്റിനെ തുടർന്ന് ഹക്കീം അജ്മൽ ഖാൻ അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1921 അഹമ്മദാബാദ് സമ്മേളനം. 1921 അഹമ്മദാബാദ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരൊക്കെയാണ്? CR ദാസും ഹക്കീം അജ്മൽ ഖാനുമായിരുന്നു. ഓക്കെ, CR ദാസിന്റെ അറസ്റ്റിനെ തുടർന്ന് ഹക്കീം അജ്മൽ ഖാൻ അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് സമ്മേളനം 1921 അഹമ്മദാബാദ് സമ്മേളനം. നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിച്ച
പിൻവലിക്കുവാനുള്ള INC തീരുമാനത്തിൽ പ്രതിഷേധിച്ച് സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ച INC സമ്മേളനം ഏതാണ്? നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കുവാനുള്ള INC തീരുമാനത്തിൽ പ്രതിഷേധിച്ച് സ്വരാജ് പാർട്ടി രൂപീകരിക്കുവാൻ തീരുമാനിച്ച INC സമ്മേളനമാണ് 1922 ഗയ സമ്മേളനം. അതിന്റെ അധ്യക്ഷൻ CR ദാസ് ആണ്. അതിന്റെ അധ്യക്ഷൻ ആരാണ്? CR ദാസ് ആണ്. ഒന്നുകൂടി നോക്കാം. CR ദാസിന്റെ അറസ്റ്റിനെ തുടർന്ന് ഹക്കീം അജ്മൽ ഖാൻ അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് സമ്മേളനം 1921 അഹമ്മദാബാദ് സമ്മേളനം നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കുവാനുള്ള INC തീരുമാനത്തിൽ പ്രതിഷേധിച്ച് സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ച INC സമ്മേളനം 1922 ഗയ സമ്മേളനം. അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? CR ദാസ് ആണ്. സഹകരണ പ്രസ്ഥാനം പിൻവലിക്കുവാനുള്ള INC തീരുമാനത്തിൽ പ്രതിഷേധിച്ച് സ്വരാജ് പാർട്ടി രൂപീകരിക്കുവാൻ തീരുമാനിച്ച INC സമ്മേളനത്തിന്റെ അധ്യക്ഷനാരായിരുന്നു? CR ദാസ് ആണ്. PK മാധവൻ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ച INC സമ്മേളനം. PK മാധവൻ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ച INC സമ്മേളനം ഏതാണ്? 1923 കാക്കിനഡ സമ്മേളനമാണ് PK മാധവൻ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ച INC സമ്മേളനം. അതിന്റെ അധ്യക്ഷൻ മൗലാന മുഹമ്മദ് അലിയാണ്. 1923 കാക്കിനഡ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? മൗലാന മുഹമ്മദ് അലി. അടുത്ത ക്വസ്റ്റ്യൻ, INC പ്രസിഡന്റ് ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? INC പ്രസിഡന്റ് ആവുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് INC പ്രസിഡന്റ് ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. 1923 ഡൽഹി പ്രത്യേക സമ്മേളനത്തിലാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് അധ്യക്ഷനാകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി ആരാണ്? സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയും ആര് തന്നെയാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് സ്വാതന്ത്ര്യത്തിന് മുമ്പും ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി. അടുത്ത ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധി അധ്യക്ഷനായ സമ്മേളനം ഏതാണ്? മഹാത്മാഗാന്ധി അധ്യക്ഷനായ സമ്മേളനമാണ് 1924 ബെൽഗാം സമ്മേളനം. 1924 ബെൽഗാം സമ്മേളനമാണ് മഹാത്മാഗാന്ധി അധ്യക്ഷനാവുന്ന INC സമ്മേളനം. നമ്മൾ എന്തൊക്കെ പഠിച്ചു? PK മാധവൻ ഐത്തോച്ചാടനം അവതരിപ്പിച്ച INC സമ്മേളനം 1923 കാക്കിനഡ സമ്മേളനമാണ്. അതിന്റെ അധ്യക്ഷൻ മൗലാന മുഹമ്മദ് അലിയാണ്. മൗലാന അബ്ദുൽ കലാം ആസാദാണ് INC പ്രസിഡന്റ് ആവുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. മഹാത്മാഗാന്ധി അധ്യക്ഷനായ സമ്മേളനം 1924 ബെൽഗാം സമ്മേളനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, INC പ്രസിഡന്റ് ആവുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? INC പ്രസിഡന്റ് ആവുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് സരോജിനി നായിഡു. INCയുടെ രണ്ടാമത്തെ വനിതാ പ്രസിഡന്റ് എന്ന് ചോദിച്ചാൽ ആര് തന്നെയാണ്? സരോജിനി നായിഡു. അടുത്ത ക്വസ്റ്റ്യൻ, INCയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദി തിരഞ്ഞെടുക്കപ്പെട്ട സമ്മേളനം ഏതാണ്? INCയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദി തിരഞ്ഞെടുത്ത സമ്മേളനം 1925 കാൺപൂർ സമ്മേളനത്തിലൂടെയാണ് INCയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദി തിരഞ്ഞെടുക്കപ്പെട്ട സമ്മേളനം. അതിൻ്റെ അധ്യക്ഷനാരാണ്? സരോജിനി നായിഡു ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സൈമൺ കമ്മീഷൻ പ്രമേയം പാസ്സാക്കപ്പെട്ട സമ്മേളനം ഏതാണ്? സൈമൺ കമ്മീഷൻ പ്രമേയം പാസ്സാക്കപ്പെട്ട സമ്മേളനം 1927 മദ്രാസ് സമ്മേളനം. 1927 മദ്രാസ് സമ്മേളനമാണ് സൈമൺ കമ്മീഷൻ പ്രമേയം പാസ്സാക്കപ്പെട്ട സമ്മേളനം. അതിൻ്റെ അധ്യക്ഷനാരാണ്? MA അൻസാരിയാണ്. MA അൻസാരിയാണ് 1927 മദ്രാസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം ജവഹർലാൽ നെഹ്റു പ്രസിഡന്റ് ആകുന്ന ആദ്യ സമ്മേളനം ഏതാണ്? പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം ജവഹർലാൽ നെഹ്റു പ്രസിഡന്റ് ആകുന്ന ആദ്യ സമ്മേളനം 1929 ലാഹോർ സമ്മേളനമാണ്. 1929 ലാഹോർ സമ്മേളനമാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനവും ജവഹർലാൽ നെഹ്റു പ്രസിഡന്റ് ആകുന്ന ആദ്യ സമ്മേളനം 1929 ലാഹോർ സമ്മേളനമാണ്. 1929 ഡിസംബർ 31 ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പതാക ഉയർത്തിയ സമ്മേളനം ഏതു തന്നെയാണ്? 1929 ലാഹോർ സമ്മേളനമാണ്. കൂടി നോക്കാം. സരോജിനി നായിഡു INC പ്രസിഡന്റ് ആകുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ്. INCയുടെ രണ്ടാമത്തെ വനിതാ പ്രസിഡന്റ് സരോജിനി നായിഡു. INCയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദി തിരഞ്ഞെടുത്ത സമ്മേളനം 1925 കാൺപൂർ സമ്മേളനം. സൈമൺ കമ്മീഷൻ പ്രമേയം പാസ്സാക്കപ്പെട്ട സമ്മേളനം 1927 മദ്രാസ് സമ്മേളനം. അധ്യക്ഷൻ ആരാണ്? MA അൻസാരിയാണ്. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം ജവഹർലാൽ നെഹ്റു പ്രസിഡന്റ് ആകുന്ന ആദ്യ സമ്മേളനം 1929
1929 ലാഹോർ സമ്മേളനമാണ്. 1929 ലാഹോർ സമ്മേളനത്തിലൂടെയാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പതാക ഉയർത്തിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്ന വിഭാഗങ്ങളുടെ സംഘടന എന്ന് INC വിശേഷിപ്പിച്ചത് ആരാണ്? ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്ന വിഭാഗങ്ങളുടെ സംഘടന എന്ന് INC വിശേഷിപ്പിച്ചിട്ടുള്ളത് ജവഹർലാൽ നെഹ്റു ആണ്. ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്ന വിഭാഗങ്ങളുടെ സംഘടന എന്ന് INC വിശേഷിപ്പിച്ചിട്ടുള്ളത്. 1938 INC നിയമിച്ച ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? 1938 INC നിയമിച്ച ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ജവഹർലാൽ നെഹ്റു. മൗലികാവകാശങ്ങളും സാമ്പത്തിക നയങ്ങളും അവതരിപ്പിച്ച INC സമ്മേളനം ഏതാണ്? മൗലികാവകാശങ്ങളും സാമ്പത്തിക നയങ്ങളും അവതരിപ്പിച്ച INC സമ്മേളനമാണ് 1931 കറാച്ചി സമ്മേളനം. അധ്യക്ഷൻ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലികാവകാശങ്ങളും സാമ്പത്തിക നയങ്ങളും അവതരിപ്പിച്ച INC സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേൽ. 1931 വേദി കറാച്ചി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പ്രസിഡന്റ് ആകുന്ന രണ്ടാമത്തെ വിദേശ വനിത ആരാണ്? പ്രസിഡന്റ് ആകുന്ന രണ്ടാമത്തെ വിദേശ വനിതയാണ് നെല്ലി സെൻ ഗുപ്ത. 1933 കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? നെല്ലി സെൻ ഗുപ്തയാണ്. പ്രസിഡന്റ് ആകുന്ന രണ്ടാമത്തെ വിദേശ വനിതയാണ് നെല്ലി സെൻ ഗുപ്ത. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു? ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്ന വിഭാഗങ്ങളുടെ സംഘടന എന്ന് INC വിശേഷിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. 1938 INC നിയമിച്ച ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. മൗലികാവകാശങ്ങളും സാമ്പത്തിക നയങ്ങളും അവതരിപ്പിച്ച INC സമ്മേളനമാണ് 1931 കറാച്ചി സമ്മേളനം. അധ്യക്ഷൻ ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. പ്രസിഡന്റ് ആകുന്ന രണ്ടാമത്തെ വിദേശ വനിതയാണ് നെല്ലി സെൻ ഗുപ്ത. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ബ്രിട്ടീഷുകാർ നിരോധിച്ച രണ്ടാമത്തെ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ബ്രിട്ടീഷുകാർ നിരോധിച്ച രണ്ടാമത്തെ കോൺഗ്രസ് സമ്മേളനമാണ് 1933 കൊൽക്കത്ത സമ്മേളനം. 1933 കൊൽക്കത്ത സമ്മേളനമാണ് ബ്രിട്ടീഷുകാർ നിരോധിച്ച രണ്ടാമത്തെ കോൺഗ്രസ് സമ്മേളനം. സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ച സമ്മേളനം. 1934 ബോംബെ സമ്മേളനം. അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. INC പ്രസിഡന്റായ ശേഷം ഇന്ത്യൻ പ്രസിഡന്റായ ആദ്യ വ്യക്തി ആരാണ്? INC പ്രസിഡന്റായ ശേഷം ഇന്ത്യൻ പ്രസിഡന്റായ ആദ്യ വ്യക്തിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആവശ്യം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട സമ്മേളനം ഏതാണ്? ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആവശ്യം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട സമ്മേളനമാണ് 1935 ബോംബെ സമ്മേളനം. അധ്യക്ഷനാരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. 1934 ബോംബെ സമ്മേളനത്തിന് അധ്യക്ഷൻ ആര് തന്നെയാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഓക്കെ, ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ കോൺഗ്രസ് എന്ന പുസ്തകത്തിൻ്റെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ കോൺഗ്രസ് എന്ന പുസ്തകത്തിൻ്റെ ആമുഖം തയ്യാറാക്കിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു? ബ്രിട്ടീഷുകാർ നിരോധിച്ച രണ്ടാമത്തെ കോൺഗ്രസ് സമ്മേളനം 1933 കൊൽക്കത്ത സമ്മേളനം. സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ച സമ്മേളനമാണ് 1934 ബോംബെ സമ്മേളനം. അതിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. INC പ്രസിഡന്റായ ശേഷം ഇന്ത്യൻ പ്രസിഡന്റായ ആദ്യ വ്യക്തി ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആവശ്യം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട സമ്മേളനം 1935 ബോംബെ സമ്മേളനം. അതിൻ്റെ അധ്യക്ഷനാരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ കോൺഗ്രസ് എന്ന പുസ്തകത്തിൻ്റെ ആമുഖം എഴുതിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രാമപ്രദേശത്ത് നടന്ന ആദ്യ INC സമ്മേളനം 1936 to 1937 ഫൈസ്പൂർ സമ്മേളനമാണ് ഗ്രാമപ്രദേശത്ത് നടന്ന ആദ്യ INC സമ്മേളനം. INC ഔദ്യോഗികമായി ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച സമ്മേളനം. INC ഔദ്യോഗികമായി ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച സമ്മേളനം 1936 to 1937 വരെയുള്ള ഫൈസ്പൂർ സമ്മേളനമാണ് INC ഔദ്യോഗികമായി ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ള സമ്മേളനം. അതിൻ്റെ അധ്യക്ഷനാണ് ജവഹർലാൽ നെഹ്റു. സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷനായ ആദ്യ സമ്മേളനം ഏതാണ്? സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷനായ ആദ്യ സമ്മേളനമാണ് 1938 ഹരിപുര സമ്മേളനം. 1938 ഹരിപുര സമ്മേളനമാണ് സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷനായ ആദ്യ സമ്മേളനം. INC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്ന സമ്മേളനം 1939 ത്രിപുരി സമ്മേളനമാണ്. INC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്ന സമ്മേളനം 1939 ത്രിപുരി സമ്മേളനം. കൂടി നോക്കാം. ഗ്രാമപ്രദേശത്ത് നടന്ന ആദ്യ INC സമ്മേളനം 1936 to 1937 വരെ നടന്നിട്ടുള്ള ഫൈസ്പൂർ സമ്മേളനം. INC ഔദ്യോഗികമായി ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച
സമ്മേളനം, ഹൈസ്പൂർ സമ്മേളനം, അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷനായ ആദ്യ സമ്മേളനം 1938 ഹരിപുര സമ്മേളനം, INC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്ന സമ്മേളനം 1939 ത്രിപുരി സമ്മേളനം. ഓക്കെ, നമുക്ക് അടുത്ത ദിവസത്തോട്ട് പോകാം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കപ്പെട്ട ആദ്യ സമ്മേളനം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കപ്പെട്ട ആദ്യ സമ്മേളനം 1942 ബോംബെ സമ്മേളനമാണ്. 1942 ബോംബെ സമ്മേളനമാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കപ്പെട്ട സമ്മേളനം. അതിൻ്റെ അധ്യക്ഷനാരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദാണ്. മൗലാന അബ്ദുൽ കലാം ആസാദാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കപ്പെട്ട സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ INC പ്രസിഡന്റ് ആരായിരുന്നു? JB കൃപലാനിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ INC പ്രസിഡന്റ്. വർഷം 1946. വേദി മീററ്റാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ആദ്യ സമ്മേളനം 1948 ജയ്പൂർ സമ്മേളനം. അധ്യക്ഷനാരാണ്? പട്ടാഭി സീതാരാമയാണ് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ആദ്യ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് പട്ടാഭി സീതാരാമയ്യ. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പുസ്തകം എഴുതിയത് പട്ടാഭി സീതാരാമയ്യാണ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പുസ്തകം എഴുതിയിട്ടുള്ളത്. എങ്കിൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പുസ്തകത്തിന് ആമുഖം എഴുതിയിട്ടുള്ളത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പുസ്തകം എഴുതിയിട്ടുള്ളത് പട്ടാഭി സീതാരാമയ്യാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. നിഗൂഢതയിൽ നിന്നും രൂപം കൊണ്ടത് എന്ന് INC വിശേഷിപ്പിച്ചത് ആരാണ്? നിഗൂഢതയിൽ നിന്നും രൂപം കൊണ്ടത് എന്ന് INC വിശേഷിപ്പിച്ചിട്ടുള്ളത് പട്ടാഭി സീതാരാമയ്യാണ്. ഇന്ത്യ റിപ്പബ്ലിക് ആയപ്പോൾ INC പ്രസിഡന്റ് ആരായിരുന്നു? ഇന്ത്യ റിപ്പബ്ലിക് ആയപ്പോൾ INC പ്രസിഡന്റ് പുരുഷോത്തം ദാസാണ്. ഇന്ത്യ റിപ്പബ്ലിക് ആയപ്പോൾ INC പ്രസിഡന്റ് വേദി നാസിക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യക്ക് സോഷ്യലിസ്റ്റ് സാമൂഹിക ഘടന എന്ന പ്രസിദ്ധമായ കോൺഗ്രസ് നയരൂപവൽക്കരണം നടന്ന സമ്മേളനം. ഇന്ത്യക്ക് സോഷ്യലിസ്റ്റ് സാമൂഹിക ഘടന എന്ന പ്രസിദ്ധമായ കോൺഗ്രസ് നയരൂപവൽക്കരണം നടന്ന സമ്മേളനമാണ് 1955 ആവടി സമ്മേളനം. അധ്യക്ഷനാരാണ്? UN ദബ്ബാറാണ്. 1955 ആവടി സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. നിഗൂഢതയിൽ നിന്നും രൂപം കൊണ്ടത് എന്ന് INC വിശേഷിപ്പിച്ചതാരാണ്? പട്ടാഭി സീതാരാമയ്യ. ഇന്ത്യ റിപ്പബ്ലിക് ആയപ്പോൾ INC പ്രസിഡന്റ് പുരുഷോത്തം ദാസാണ്. ഇന്ത്യക്ക് സോഷ്യലിസ്റ്റ് സാമൂഹിക ഘടന എന്ന പ്രസിദ്ധമായ കോൺഗ്രസ് നയരൂപവൽക്കരണം നടന്ന സമ്മേളനം 1955 ആവടി സമ്മേളനം. അധ്യക്ഷൻ UN ദബ്ബാറാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനിതാ പ്രസിഡന്റാണ് ഇന്ദിരാഗാന്ധി. 1959 ഡൽഹി പ്രത്യേക സമ്മേളനത്തിൻ്റെ വനിതാ പ്രസിഡന്റായിരുന്നു ഇന്ദിരാഗാന്ധി. ഓക്കെ, 1985 കോൺഗ്രസിൻ്റെ 100ാമത് വാർഷിക സമയത്ത് പ്രസിഡന്റ് ആരായിരുന്നു? 1985 കോൺഗ്രസിൻ്റെ 100ാമത് വാർഷിക സമയത്തെ പ്രസിഡന്റാണ് രാജീവ് ഗാന്ധി. 1985 ബോംബെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു രാജീവ് ഗാന്ധി. പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ് ആരാണ്? പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ INC പ്രസിഡന്റാണ് സീതാറാം കേസരി. 1997 കൊൽക്കത്ത സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു. പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ പ്രസിഡന്റാണ് സീതാറാം കേസരി. ഏറ്റവും കൂടുതൽ കാലം പ്രസിഡന്റായിരുന്ന വ്യക്തി ആരാണ്? ഏറ്റവും കൂടുതൽ കാലം പ്രസിഡന്റായ വ്യക്തി സോണിയാഗാന്ധിയാണ്. ഏറ്റവും കൂടുതൽ കാലം പ്രസിഡന്റായ വ്യക്തിയാണ് സോണിയാഗാന്ധി. എൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനിതാ പ്രസിഡന്റാണ് ഇന്ദിരാഗാന്ധി. 1959 ഡൽഹി പ്രത്യേക സമ്മേളനത്തിന് അധ്യക്ഷനായിരുന്നു ഇന്ദിരാഗാന്ധി. 1985 കോൺഗ്രസിൻ്റെ 100ാമത് വാർഷിക സമ്മേളനത്തിൻ്റെ പ്രസിഡന്റ് രാജീവ് ഗാന്ധിയാണ്. 1985 ബോംബെ സമ്മേളനത്തിൻ്റെ പ്രസിഡന്റായിരുന്നു. പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ് സീതാറാം കേസരിയാണ്. ഏറ്റവും കൂടുതൽ കാലം പ്രസിഡന്റായ വ്യക്തി എന്ന് ചോദിച്ചാൽ ആരാണ്? സോണിയാഗാന്ധിയാണ്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഉപകാരമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ തുടർന്നുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. താങ്ക് യു ഫ്രണ്ട്സ്.